ഹായ് ഗൈസ്, വെൽക്കം ടു ഡീബഗ് മീഡിയ. ഇനി നമുക്ക് ആങ്കർ ടാഗ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഒരു ടെക്സ്റ്റുമ്മേ ക്ലിക്ക് ചെയ്തതിന് ശേഷം വേറെ പേജിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഒരു ലിങ്ക് വേണം. ആ ലിങ്കിനാണ് നമ്മൾ ആങ്കർ ടാഗ് യൂസ് ചെയ്യുന്നത്. ആങ്കർ ടാഗ് എഴുതാൻ നമ്മൾ ഇതേപോലെ ഒരു ഓപ്പണിംഗ് ടാഗ് ഉണ്ടാക്കും, അതിൽ എ ടൈപ്പ് ചെയ്യും, അതേപോലെ ക്ലോസും ചെയ്യും. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ href എന്ന് ടൈപ്പ് ചെയ്യും. ഇതിന് പറയുന്നതാണ് ആട്രിബ്യൂട്ട്സ്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും എന്താണ് ആട്രിബ്യൂട്ട്സ് എന്ന്. ഈ hrefൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള സൈറ്റോ നമ്മളെ പേജോ ഫേസ്ബുക്ക് പേജോ ഇൻസ്റ്റഗ്രാം പേജോ ഏത് പേജിലേക്കും വേണമെങ്കിലും നമുക്ക് ലിങ്ക് ചെയ്യാം. ഇതിൽ ഞാനിപ്പോൾ google.com എന്ന് ടൈപ്പ് ചെയ്തിട്ട് പ്ലീസ് വിസിറ്റ് ദിസ് സൈറ്റ് ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്തതിന് ശേഷം റീഫ്രഷ് ചെയ്താൽ ഇവിടെ ഒരു പ്രത്യേക കളറിൽ ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ സാധാ ടെക്സ്റ്റാണ്, പക്ഷേ ഇതിന് അണ്ടർലൈനും ഉണ്ട്, കളറും ഉണ്ട്. രണ്ട് സ്റ്റൈലും ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ടാണ് കിടക്കുന്നത്. നമുക്കിത് CSS ഉപയോഗിച്ചും മാറ്റാൻ പറ്റുന്നതാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ നെറ്റില്ലാത്തതുകൊണ്ട് ഫോർവേഡ് ചെയ്യുന്നില്ല, പക്ഷേ ഇത് google.comലേക്ക് ഫോർവേഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് നമുക്കിപ്പോൾ എൻ്റെ ഈ പേജിൽ മാറ്റം വരുത്താണ്ട് വേറൊരു ടാബിൽ തുറക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്ന് ഇതേപോലെ വേറൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് ടൈപ്പ് ചെയ്ത് _blank അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റീഫ്രഷ് ചെയ്താൽ ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് വേറൊരു ടാബിൽ തുറന്ന് നാവിഗേറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നെറ്റില്ലാത്തതുകൊണ്ട് ആ പേജ് ഡിസ്പ്ലേ ചെയ്യുന്നതല്ല. ഇനി നമുക്ക് അടുത്തത് ഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് അൺഓർഡേർഡ് ലിസ്റ്റ് എന്താണെന്ന് നോക്കാം. ഓർഡേർഡ് ലിസ്റ്റ് അത് ഓപ്പൺ ചെയ്യാൻ OL എന്ന് ടൈപ്പ് ചെയ്യും, പിന്നെ ക്ലോസ് ചെയ്യാൻ /OL. അത് എൻ്റർ അടിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വരുന്ന ടാഗാണ് LI ടാഗ്. LI ഇതേപോലെ ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ഈ LI ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. എക്സാമ്പിൾ ആപ്പിൾ. നമുക്കത് ലിസ്റ്റ് ആയതുകൊണ്ട് എത്ര വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. ബനാന, ഓറഞ്ച്. എന്നിട്ട് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലിസ്റ്റ് പോലെ വന്ന് കിടക്കും, 1 2 3 എന്ന പോലെ. ഇപ്പോൾ നിങ്ങൾക്ക് നെയിമോ അല്ലെങ്കിൽ മാർക്ക് ഷീറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ നോർമലി ലിസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഡിസ്പ്ലേ ചെയ്യാറ്. പക്ഷേ ഓർഡേർഡ് ലിസ്റ്റ് ഉപയോഗിച്ചാൽ 1 2 3 എന്ന നമ്പറിലായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, UL. അത് ഇതേപോലെ യൂസ് ചെയ്യുന്നതാണ്. അത് ഇതേപോലത്തെ ഫോർമാറ്റാണ്, പക്ഷേ OL എൻ്റെ പകരം നമ്മൾ UL യൂസ് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ നമ്മൾ LI ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യണം, ടൈപ്പ് ചെയ്ത് സമയം കളയണ്ടെന്ന് വിചാരിച്ച് സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം സാധനം പക്ഷേ ബുള്ളറ്റിങ്ങിലായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു പാരഗ്രാഫ് ഉണ്ട്, അതിലിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ബുള്ളറ്റിംഗ് പോയിൻറ്റ്സ് ഇടുന്ന വെച്ചാൽ ഇത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഫോം ടാഗ് എന്താണെന്ന് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.